നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി മുൻ ബാങ്ക് ഓഫ് കാനഡ മേധാവി മാർക്ക് കാർണി കാനഡയുടെ ഭരണത്തലപ്പത്തെത്തും. ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവായും കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായും മാർക്ക് കാർണിയെ പാർട്ടി പ്രഖ്യാപിച്ചു. ലിബറൽ പാർട്ടി ലീഡർഷിപ്പ് വോട്ടിൽ 85.9% വോട്ടും നേടിയാണ് 59-കാരനായ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രി പദവിക്ക് അർഹത നേടിയത്. പാർട്ടിക്ക് അകത്തും പുറത്തു നിന്നുമുള്ള പ്രതിഷേധം ശക്തമായതോടെ കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിയുന്നതായി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതുവരെ താൻ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചത്. 9 വർഷത്തിലേറെ ഭരണത്തിലിരുന്ന ശേഷമായിരുന്നു ട്രൂഡോ സ്ഥാനമൊഴിഞ്ഞത്. ഇതിനു പിന്നാലെയാണ് ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തിയത്. ട്രൂഡോയുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റ്യ ഫ്രീലാൻഡിനെയാണ് മാർക്ക് കാർണി പരാജയപ്പെടുത്തിയത്. ട്രൂഡോയ്ക്ക് ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിലായിരുന്നു കാർണി. 2008-2009 സമയത്ത് ആഗോളമാന്ദ്യം ശക്തമായപ്പോൾ ബാങ്ക് ഓഫ് കാനഡയെ നയിച്ചത് മാർക്ക് കാർണിയ ആയിരുന്നു. 2016 ബ്രെക്സിറ്റ് വോട്ടിങ്ങിനെ തുടർന്ന് രാജ്യത്ത് പ്രക്ഷുബ്ധമായ അവസ്ഥ നിലനിന്നപ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ നയിച്ചത് മാർക്ക് കാർണിയാണ്. ട്രംപിനെതിരെ കടുത്ത നടപടികളാണ് മാർക്ക് കാർണി എടുക്കുന്നതെന്ന് തീർച്ചയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം തുടരുന്നിടത്തോളം കാലം US നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കാനഡ പ്രതികാര തീരുവ ഏർപ്പെടുത്തുമെന്നാണ് മാർക്ക് കാർണി പറയുന്നത്. എന്നാൽ അമേരിക്കക്കാർ കാനഡയോട് ബഹുമാനം കാണിക്കുന്നതുവരെ സർക്കാർ താരിഫുകൾ തുടരുമെന്നും മാർക്ക് കാർണി പറഞ്ഞു. ട്രംപ് കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാമെന്ന് ആഹ്വാനം ചെയ്തതും വലിയ വിവാദമായിരുന്നു. കാനഡയെ US-ന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയായിരുന്നു ട്രംപ് പങ്കുവച്ചിരുന്നത്. ഇതിന് പിന്നാലെ ട്രംപിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കത്തെ എതിർത്ത് ലിബറൽ പാർട്ടിയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരുന്നു. പോസ്റ്റിൽ അമേരിക്കയുടെ ഭാഗമായ സ്ഥലങ്ങളും അല്ലാത്തതും എന്ന് വേർതിരിച്ചു കാണിക്കുന്ന ഒരു ഭൂപടമാണ് ലിബറൽ പാർട്ടി പങ്കുവച്ചത്. ആശയക്കുഴപ്പമുള്ളവർക്കായി എന്ന ക്യാപ്ഷനോടുകൂടി പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് ഇത്. ഫോർ എനിവൺ ഹൂ മേ ബി കൺഫ്യൂസ്ഡ് എന്നതായിരുന്നു ക്യാപ്ഷൻ. കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ല എന്ന് കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പ്രതികരിച്ചിരുന്നു. എന്നാൽ ഒട്ടാവയെ ഒരു തരത്തിലും അമേരിക്കയുടെ ഭാഗമാക്കാൻ അനുവദിക്കില്ല എന്നാണ് കാർണിയുടെ പ്രതികരണം. അമേരിക്ക കാനഡയല്ല. കാനഡ ഒരിക്കലും ഒരു തരത്തിലും അമേരിക്കയുടെ ഭാഗമാകില്ല എന്ന് കാർണി ഉറപ്പിച്ചു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നും കാനഡയ്ക്ക് നേരെ നിരന്തരമായി ഉണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ കൃത്യമായ നിലപാട് തന്റെ വിജയശേഷമുള്ള പ്രസംഗത്തിൽ മാർക്ക് പ്രഖ്യാപിച്ചു. അമേരിക്കക്കാർ നമ്മുടെ വിഭവങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ വെള്ളം, നമ്മുടെ ഭൂമി, നമ്മുടെ രാജ്യം, ഇതെല്ലാം അവരാഗ്രഹിക്കുന്നു. കനേഡിയൻ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും തൊഴിലാളികളെയും ആക്രമിക്കാൻ ട്രംപ് ശ്രമിക്കുന്നു. ഇതിൽ അയാൾക്ക് വിജയിപ്പിക്കാൻ സാധ്യമല്ല, മാർക്ക് കാർണി പറഞ്ഞു. ട്രംപിനെതിരെ കാനഡയെ പ്രതിരോധിക്കാൻ താനാണ് മികച്ചയാൾ എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പദവിയിലേക്ക് വേണ്ട ക്യാമ്പയിൻ മാർക്ക് കാർണി തുടങ്ങിയത് തന്നെ. കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് മുൻപ് പ്രസിഡന്റ് പദവിയിലേറിയ സമയത്തെല്ലാം ട്രംപ് പ്രസംഗിച്ചിരുന്നു. നികുതി വർധനവിനെക്കുറിച്ചടക്കം പറഞ്ഞ ശേഷമാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ട്രൂഡോയ്ക്ക് ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിലായിരുന്നു കാർണി. 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ 8ാമത്തെ ഗവർണറായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. 2011 മുതൽ 2018 വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കാനഡയെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് കാർണിയ പ്രശസ്തി നേടിയിരുന്നു. താരിഫ് യുദ്ധവുമായി രംഗത്തിറങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും വിശ്വസനീയനായ രാഷ്ട്രീയക്കാരനായി ജനം കാർണിയെ അംഗീകരിക്കുന്നു എന്നും തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 131,674 വോട്ടുകൾ നേടിയാണ് മാർക്ക് കാർണി നേതൃത്വ മത്സരത്തിൽ വിജയിച്ചത്. അതായത് ഏകദേശം 85.9% ബാലറ്റുകൾ. അദ്ദേഹത്തിന്റെ എതിരാളിയായ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് 11,134 വോട്ടുകൾ മാത്രം നേടിയപ്പോൾ കരീന ഗൗൾഡ് 4,785 വോട്ടുകളും ഫ്രാങ്ക് ബെയ്ലിസ് 4,038 വോട്ടുകളുമാണ് നേടിയത്. ലിബറൽ പാർട്ടി കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനു മുൻപ് കാർണിയെ അദ്ദേഹത്തിന്റെ മകൾ ക്ലിയോ കാർണിയ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ വർഷം ആദ്യമായിരുന്നു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചത്. പാർട്ടിയുടെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും രാജി എന്ന് പാർട്ടി നേതൃസ്ഥാനത്തു നിന്നും പടിയിറങ്ങുകയാണ് എന്നുമായിരുന്നു ട്രൂഡോ വ്യക്തമാക്കിയത്. 2015 താൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്തേക്കാൾ
മികച്ച രാജ്യമാണ് ഇപ്പോൾ കാനഡ. തന്റെ സർക്കാർ ദാരിദ്ര്യം കുറയ്ക്കുകയും കൂടുതൽ തൊഴിലുകൾ നൽകുകയും ചെയ്തു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. താരിഫ് യുദ്ധവുമായി രംഗത്തിറങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും വിശ്വസനീയനായ രാഷ്ട്രീയക്കാരനായി ജനം കാർണിയെ അംഗീകരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. ട്രംപിനെ ഹാരി പോട്ടർ ചിത്രത്തിലെ എതിരാളിയായ വോൾഡമോർട്ടിനോട് ഉപമിച്ച വ്യക്തി കൂടിയാണ് കാർണി. മലയാളി വാർത്ത ഇൻസൈഡ്.